അങ്ങനെ ഞങ്ങൾ ജഡായുപ്പാറയിലെത്തി എൻട്രി ഫീസൊക്കെ എടുത്തു. 236 രൂപ നമുക്ക് റോക്സി കയറുന്നതിനും, അതുപോലെ തന്നെ 263 രൂപ കേബിൾ കാറിനും. അങ്ങനെ രണ്ടായിട്ട് നമ്മൾ എടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലത്തു നിന്ന് നമുക്ക് പിന്നെ റോക്കി കയറുന്ന അല്ലെങ്കിൽ പാർക്കിൽ കയറുന്നതിനുള്ള പിന്നെ ഫീസ് മാത്രമേ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് വേറൊരു സ്ഥലത്തു നിന്നാണ് നമുക്ക് ഈ കേബിൾ കാറിനുള്ളത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അടിപൊളി സീനാണ് കേട്ടോ, കൊള്ളാം. നമ്മളൊരു എയർപോർട്ടിലൊക്കെ ചെന്ന് കയറുന്ന ഒരു പ്രതീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കയറി ചെല്ലുമ്പോൾ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം സുരക്ഷാ പരിശോധനയൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു സെറ്റപ്പാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജഡായുപ്പാറയാണ്. അയ്യോ കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ കർശനമായ സുരക്ഷാ പരിശോധനയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കയറി ചെന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ഇവിടെ ഒരു ലോബിയൊക്കെ ഉണ്ട്. നമുക്കവിടെ കയറി ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഈ നമ്മുടെ എയർപോർട്ടിലൊക്കെ കാണുന്ന മാതിരിയുള്ള കർശനമായ സുരക്ഷാ പരിശോധന, അതായത് കുപ്പിവെള്ളങ്ങൾ, അങ്ങനെ അവിടെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ലാത്ത ചില സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ നോക്കി വേണം കയറാനായിട്ട്. അത് അവർ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ താഴെ ക്ലോക്ക് റൂമിൽ നമുക്ക് അവിടെ പ്രവേശിപ്പിക്കാൻ പറ്റാത്ത സാധനങ്ങൾ അവിടെ ക്ലോക്ക് റൂമിൽ കൊണ്ടുവന്ന് നമുക്ക് വെച്ചിട്ട് കയറാൻ പറ്റും. ഇതെന്താണോ എഴുതി വെച്ചിരിക്കുന്നത്, ഫ്രിസ്കിംഗ് സെക്യൂരിറ്റി ചെക്കപ്പ്. ഇവിടെയാണ് ഇത് സെക്യൂരിറ്റി ചെക്കപ്പ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ കൊടുത്തു. സുരക്ഷാ പരിശോധനകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അകത്തോട്ട് കയറുക. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ശരിക്കും ഈ കേബിൾ കാറിലല്ലാതെ ഇപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു വേ ടു വാക്ക് എന്നും പറഞ്ഞ ഒരു സംഭവം ഞാനിപ്പോൾ കാണിച്ചു തരാം, നോക്കട്ടെ. ഇത് നമുക്ക് നടന്ന് കയറാനുള്ള വഴിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ 2 ടിക്കറ്റ് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കണ്ടില്ലേ, വാക്ക് വേ ഇൻ. പക്ഷേ ഇത് അടച്ചിരിക്കുകയാണ് കേട്ടോ, ഇത് ഓപ്പൺ ആയിട്ടില്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരുപാട് പിന്നെ ഈ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ, ആ സംഭവങ്ങളൊന്നും ഇതുവരെ സ്റ്റാർട്ടിങ് ആയിട്ടില്ല. ശരിക്കും പൂർണ്ണമായ ഒരു പ്രവർത്തനത്തിലോട്ട് എത്തിയിട്ടില്ല ഈ ഒരു പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ കുറേ ആക്ടിവിറ്റീസ് നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ കണ്ടില്ലേ, ഇതൊരു ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ആ സ്ക്രീനിൽ കണ്ടില്ലേ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ചില ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അഡ്വഞ്ചറസ് പാർക്കൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം റണ്ണിങ് അല്ല. ഓൾറെഡി ഞാനിവിടെ നിന്ന് തിരക്കിയായിരുന്നു, ഇതൊക്കെ നമുക്ക് പറ്റുന്നതാണോ, അവൈലബിൾ ആണോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അതൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇറങ്ങി വരുന്നത് കൊണ്ട് ആ മോളിൽ കാണുന്ന പടിയെ കൂടാണ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. ഇതിപ്പോൾ നമ്മൾ കയറി പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാക്ക് വേ പറ്റത്തില്ല, അത് ഉറപ്പാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും സുരക്ഷാ പരിശോധന ഉണ്ട്. അതിൻ്റെ ഉദ്യോഗസ്ഥരെ ഉണ്ട് ഇഷ്ടം പോലെ, കണ്ടില്ലേ, അടിപൊളി. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിക്കണം. ഓരോ സ്ഥലത്തും ടിക്കറ്റ് കാണിച്ച് പ്രവേശിച്ചിട്ട് ഇനി നമ്മൾ അടുത്തത് എനിക്ക് തോന്നുന്നു ഈ 263 രൂപ പെർ ഹെഡാണേ, ഒരാൾക്കാണ് 263 രൂപയുടെ മറ്റേ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കാനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് തരുന്ന സ്ഥലം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് നീറ്റാണെന്നറിയാമോ, നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ഈ പാർക്കുള്ളത്. കൊല്ലം ജില്ലയാണ് ചടയമംഗലം. ശരിക്കും ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 380 മീറ്റർ, അതായത് 1200 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ജഡായു നേച്ചർ പാർക്ക്, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ഉള്ളത് ജഡായുവിൻ്റേതാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് പക്ഷിയുടെ ശില്പം, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ഉള്ളത് ജഡായു പാറയാണ്. ഇത് കണ്ടില്ലേ, ഒരുമാതിരി ടെർമിനൽ 3 കേഫ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഇതൊരുമാതിരി നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ ടെർമിനൽ 1, ടെർമിനൽ 2, ടെർമിനൽ 3 എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പോലെ അതേ ഹൈ ക്ലാസ് സെറ്റപ്പിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. കൊള്ളാം, സൂപ്പർ കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഉഷ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് അഡ്വഞ്ചറസ് പാർക്കിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസും എവിടുന്ന് വരുന്നതാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും റണ്ണിങ് ആയിട്ടില്ല, ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഇവിടെ പിന്നെ കുറച്ച് നമുക്ക് പിന്നെ പരിധികളുണ്ട് ഇവിടെ പ്രവേശിക്കുന്നതിന്. അതായത് രോഗമുള്ളവർ, അങ്ങനെ ചില ബുദ്ധിമുട്ടുകളുള്ളവർക്കൊന്നും
പിന്നെ ഇവിടെ ഈ അഡ്വഞ്ചറസ് പാർക്ക് അനുവദനീയമല്ല, അത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വിശദമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വായിച്ച് നോക്കാമെന്ന് വെച്ചൊക്കെ നിർത്തിയതാണ്. കുറേയൊക്കെ വായിച്ച് നോക്കി, പക്ഷേ അത് മൊത്തം വായിച്ച് നോക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ യാത്ര മൊത്തത്തിൽ മുടങ്ങും. ഉഷ ബ്രേക്കോ ലിമിറ്റഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അഡ്വഞ്ചറസ് പാർക്കൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആ വിഭാഗമായിരിക്കാം, അവർക്ക് കൊടുത്തിരിക്കുന്നതായിരിക്കാം. അതുകൊണ്ടാണ് അതങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഏതാണ്ട് കണ്ടില്ലേ ഇതിനകത്ത് കയറി. അടിപൊളി, ഇഷ്ടം പോലെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എയർപോർട്ടിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഉള്ള ഫെസിലിറ്റീസ് എല്ലാം ഇവിടുന്ന്. പക്ഷേ അകത്തു നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ അല്ലെങ്കിൽ കുടിക്കാമെന്നൊക്കെ ചോദിച്ചാൽ നല്ല പൈസയാവും. പിന്നെ അതേപോലെ തന്നെ കണ്ടില്ലേ ടോയ്ലറ്റ് സൗകര്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എനിക്ക് തോന്നുന്നു ഒരു 5 സ്റ്റാർ സെറ്റപ്പിലുള്ള ക്രമീകരണങ്ങളാണ്. ഇവിടെ കണ്ടില്ലേ എനിക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നി ഒരു തേര്, അതായത് ഒരു രഥം, 7 കുതിരകൾ പൂട്ടിയ ഒരു രഥം. അത് ഒരു ഗോൾഡൻ കളറിൽ, സ്വർണ്ണമാണോ എന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും അത് വ്യത്യസ്തമായ ഒരു കാഴ്ചയായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. 2, 4, 4, 3, 7, മുന്നിൽ 4 കുതിരയും പുറയിലായിട്ട് 3 കുതിരയും, അങ്ങനെ മൊത്തം 7 കുതിരയെ പൂട്ടിയ ഒരു പിന്നെ രഥം. അത് കൊള്ളാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ജഡായു എർത്ത് സെൻറ്ററിലോട്ട് പോവാണ്. ഇവിടെ പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇവിടൊക്കെ AC-യും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ പ്രദേശമാണ്, അവിടെ AC-യും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ രാവിലെ എനിക്ക് തോന്നുന്നൊരു പിന്നെ 10 മണിക്ക് ശേഷമേ ഓപ്പണിംഗ് ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടു നല്ല വെയിലായിരിക്കും. ഇവിടുന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി മേപ്പോട്ട് പോകണം. നമ്മളിപ്പം ഈ കേബിൾ കാർ കയറാൻ വേണ്ടിയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്ന് ലിഫ്റ്റും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ കേട്ടോ. ഇത് നമ്മൾ ഇറങ്ങി വരുമ്പം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വിശേഷങ്ങൾ ഇറങ്ങി വരുമ്പം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇറങ്ങി വരുമ്പോൾ കുറച്ച് ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു ഒരു സംഭവം, ഇത് പാർക്ക് പോലെ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ അഡ്വഞ്ചറസ് പാർക്ക് ഉള്ളത്. പക്ഷേ അതിപ്പം അഡ്വഞ്ചറസ് പാർക്കിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് അവൈലബിൾ അല്ല, കിട്ടത്തില്ല. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ, റണ്ണിങ് ആയി തുടങ്ങിയില്ല. ഇപ്പം നമുക്കിനിയും വീണ്ടും വരാം. അതൊക്കെ റണ്ണിങ് ആയി കഴിയുമ്പോഴേ എനിക്ക് ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ആളാണ്. അപ്പോൾ നമുക്കിനി അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ വരാം. ഇവിടെ ഈ ഫയർ ഇതിനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ, ഓരോ സ്ഥലത്തും ഫയർ എക്സിറ്റുമുണ്ട്. അതുകൂടാതെ തീ അണയ്ക്കാനുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അതുമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ കേബിൾ കാറിൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കേബിൾ കാറിലോട്ടുള്ള പ്രവേശനം, ടിക്കറ്റൊക്കെ എടുത്തിട്ട് കേബിൾ കാറിലോട്ട് പ്രവേശിക്കാനുള്ള സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അയ്യോ, ഇവിടുന്ന് മുകളിൽ വേറെന്തൊക്കെയോ സംഭവം ഉണ്ട്. ഇത് കണ്ടില്ലേ, ഈ വിപുലമായ ഒരു മിഷനറിയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. കണ്ടില്ലേ, വലിയൊരു ചക്രവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെയാണ് നമ്മൾ കേബിൾ കാറിൽ പ്രവേശിക്കേണ്ട സ്ഥലം. ഇത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. എന്തായാലും ഇതൊരു നല്ലൊരു അനുഭവമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുപ്രദേശത്തുള്ളവർക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തോട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ടൂർ വരുന്ന സമയത്ത് ഉറപ്പായിട്ട് നമ്മൾ ഈ ജഡായുപ്പാറ നമ്മൾ വന്ന് കണ്ടിരിക്കണം. നല്ല ഭംഗിയാണ്. ആ നാച്ചുറാലിറ്റി ഒട്ടും നഷ്ടപ്പെടുത്താതെ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ശരിക്കും ഈ 200 അടി, അതായത് 61 മീറ്റർ നീളവും 150 അടി, അതായത് 46 മീറ്റർ വീതിയും 70 അടി, അതായത് 21 മീറ്റർ ഉയരവും 15,000 ചതുരശ്ര അടി, അതായത് 1400 സ്ക്വയർ മീറ്റർ വിസ്തീർണവുമുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശില്പം. അതായത് രാജീവഞ്ചലാണ് ഈ ശില്പം ചെയ്തത്. അദ്ദേഹമാണ് ഈ മനോഹരമായ ശില്പത്തെ ഉണ്ടാക്കിയത്. BOT മാതൃകയിൽ കേരളത്തിലെ ആദ്യത്തെ പൊതു സ്വകാര്യ പങ്കാളിത്ത ടൂറിസം സംരംഭമാണ് ഈ റോക്ക് തീം നേച്ചർ പാർക്ക്. നമ്മളങ്ങനെ കയറാൻ പോവാം. നമ്മളങ്ങനെ കേബിൾ കാറിൽ കയറിയിരിക്കുകയാണ്. അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. അല്ല, ഇതാണ് കേബിൾ കാർ. ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം വന്ന് കയറിയിട്ടുണ്ട്. കൊള്ളാം. അടിപൊളി സീൻ എന്ന് പറയുമ്പോൾ സൂപ്പർ സീനാണ്. ഇപ്പം നല്ല ഫാസ്റ്റ്
ഫാസ്റ്റ് ആയിട്ടാ പോകുന്നത് കേട്ടോ. ഇടും ഇതിങ്ങനെ നല്ല ഫാസ്റ്റായിട്ട് അങ്ങോട്ട് ആദ്യം തുടക്കത്തിൽ ഫാസ്റ്റായിട്ട് മുകളിലോട്ട് കയറിയിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ പിന്നെ അത് സ്ലോ ആവും. എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ചുറ്റുപ്രദേശത്തും ഒക്കെയുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അത് വളരെ പിന്നെ സ്ലോ ആകും. ചില സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് നിർത്തിയിടും. അങ്ങനെ നല്ല രസമാണ് ഇതിൻ്റെ ഈ കേബിൾ കാറിലുള്ള യാത്ര. അപ്പോൾ ഈ കേബിൾ കാറിൽ പോകുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു കണ്ടില്ലേ സൂര്യനൊക്കെ അസ്തമിക്കാൻ തുടങ്ങുന്ന ആ ഒരു മനോഹരമായ കാഴ്ച അത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് ഗ്ലാസ് ഇട്ടിരിക്കുന്നതായിട്ട് നമുക്ക് വെളിയിലെല്ലാം കാണാൻ പറ്റും. നല്ല രസമാണ്. പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കൊള്ളാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശം കൊല്ലത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ ഏകദേശം ഒരു 38 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഏകദേശം ഒരു 46 കിലോമീറ്റർ ദൂരം വരും ചടയമംഗലത്ത് ഈ ജടായിപ്പാറ വരെ. അടിപൊളി സെറ്റപ്പ് എന്നും പറയുമ്പോൾ സൂപ്പറാണ്. ഈ കയറി വരുന്ന വഴിക്ക് തന്നെ ഒട്ടുമിക്കാലും ഈ പാറക്കെട്ടുകളും, അപ്പോൾ ഈ പാറക്കെട്ടുകൾക്കിടയിലുള്ള തടാകങ്ങൾ പോലെ ചെറിയ ചെറിയ നീർച്ചാലുകളും അതും ഇതൊക്കെ കാണാം. അതൊക്കെ നമുക്ക് നല്ല മനോഹരമായ കാഴ്ചകളാണ് തരുന്നത്. കണ്ടില്ലേ, അങ്ങ് അകലെ കണ്ടില്ലേ, അതാണ് ജടായു അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. അമ്മോ, സ്ലോ ആയി എന്ന് മാത്രമല്ല ഏകദേശം നിന്ന ഒരവസ്ഥയാണ്. ഇതെന്ന് പറഞ്ഞാൽ എനിക്കൊന്നൊരു 6-7 കേബിൾ കാറുകളുണ്ട് ടോട്ടൽ. അപ്പോൾ അത് ഒന്ന് അവിടെ ചെന്ന് ഇറങ്ങുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ഇവിടെ പിന്നെ ഇത് സ്ലോ ആവും. അവിടെ ചെന്ന് ആളുകൾക്ക് ഇറങ്ങാനുള്ള സമയം. ഇവിടെ ഹെലിപ്പാഡൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഹെലികോപ്റ്ററിന് വേണമെങ്കിൽ വന്നിറങ്ങാനുള്ള ഹെലിപ്പാഡ് വരെ ഉണ്ട് ഇവിടെ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മിക്കവാറും ഉള്ള എല്ലാ ഹൈഫൈ ഫെസിലിറ്റികളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെറ്റപ്പാ, സൂപ്പർ സെറ്റപ്പ്. അതുകൊണ്ട് നമ്മൾ മേപ്പോട്ട് കയറി പോകുമ്പോൾ ഒരു വേറൊരു കേബിൾ കാർ താപ്പോട്ട് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ ഒരെണ്ണം മോളിൽ ചെന്നിങ്ങനെ നിർത്തുന്ന സമയത്ത് ആൾക്കാർ ഇറങ്ങുന്ന സമയത്ത് നമ്മളിവിടെ സ്ലോ ആകും. അതായത് ഒറ്റ പിന്നെ ഇതിലാണ് ഈ സംഭവം, ഒറ്റ റീലല്ലേ, ഒറ്റ പിന്നെ വള്ളിയിലാണ് ഈ സാധനം തൂങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ കറങ്ങി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. കൊള്ളാം. എന്തെല്ലാം കാര്യങ്ങളാന്ന് നോക്കണേ. കണ്ടില്ലേ, നല്ലൊരു പാറ. ആ പാറയുടെ വലിപ്പം കണ്ടില്ലേ. അയ്യോ, ഇവിടെ കുറേ നേരം നിർത്തിയിട്ടേക്കുക. ഞങ്ങളിവിടെ കുറേ നേരം വാചകമൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. കണ്ടില്ലേ, ജടായു അങ്ങനെ ഉയർന്നു നിൽക്കുക. നമ്മൾ ആ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഇനി നമുക്കവിടെ ആ പിന്നെ ഇറങ്ങുന്ന സ്ഥലത്തെ ജടായുപ്പാറയിലോട്ട് കയറാനുള്ള സ്ഥലത്തെത്താൻ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. വീണ്ട ഒരു മഞ്ഞ നിറത്തിലുള്ള കേബിൾ കാർ. ഇത് പല നിറത്തിലാണ്, വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്, പിന്നെ നീല കളറിലുള്ളതുണ്ട്, പച്ച കളറിലുള്ളതുണ്ട്. അങ്ങനെ പല കളറിലായിട്ടാണ് കേബിൾ കാറുകളുള്ളത്. എനിക്കൊന്ന് ഒരു പിന്നെ കേബിൾ കാർ എന്ന് പറയുന്നത് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 കേബിൾ കാർ കൂടിയതാണ് ഒരു ശൃംഖല. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 8-10 സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ആളുകളെ കൊള്ളുന്ന ഒരു സംഭവം ഇത്. പക്ഷേ ഇതിനകത്ത് തിരിച്ചിറങ്ങി പോകാൻ അധികം ആളില്ല കേട്ടോ. ഈ സാധനം ഒരു സ്ഥലത്ത് ഇറക്കിയിട്ട് തിരിച്ചിപ്പുറത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ കയറി നമുക്ക് തിരിച്ചു പോവാം. അതിനുള്ള സൗകര്യമുണ്ട്. ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വന്നതിനകത്ത് വലിയ ആളും ഒന്നും കാണുന്നില്ല. ഇന്ന് തിരക്ക് കുറവായിരിക്കാം, അതുകൊണ്ടായിരിക്കാം മുകളിലെ ആള് അധികം കാണത്തില്ല. അങ്ങനെ പതുക്കെ നമ്മൾ മേപ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കൊള്ളാം. പക്ഷേ ഈ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര പേടിക്കാനൊന്നുമില്ല. ഇതിനകത്ത് കയറിയിരുന്നാലേ നമുക്ക് ഒരു ഈ അഡ്വഞ്ചറസ് ആയിട്ട് നമുക്ക് മനസ്സിന് ഭയം തോന്നുന്ന ഒരു എഫക്റ്റ് ഒന്നും ഇല്ല ഇതിൽ. അങ്ങനെ കയറിയിരിക്കുക, പോവുക, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, അത് ഈ മറ്റേ ഹെലിപ്പാഡാണ്, ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങാനുള്ള ഹെലിപ്പാഡ്. കണ്ടില്ലേ, വേറൊരു പച്ച നിറത്തിലുള്ള ഒരെണ്ണം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മോളിൽ പോയിട്ടുള്ള 2-3 കാറുകൾ ഉണ്ടെങ്കിൽ ആ കേബിൾ കാറുകളിലെ എല്ലാം ആൾക്കാരെ ഇറക്കി ആളുകളെ തിരിച്ച് കയറ്റി അതിനുശേഷം മാത്രമേ തിരിച്ച് താപ്പോട്ട് വരത്തുള്ളൂ. കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ജടായുപ്പാറ ചെന്ന് ഇറങ്ങിയിട്ട് തിരിച്ചതുവഴി നടന്ന് നമുക്ക് ഇതുവഴി വരാം. ഈ നടന്ന് കയറാനുള്ള വഴിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ,
പക്ഷെ അത് വാക്ക് വേ അടച്ചിരിക്കുക. നമ്മൾ താഴെ നോക്കിയായിരുന്നു, അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം ആളുകളെ നടന്ന് മേപ്പോട്ട് കയറാൻ ഇപ്പം അനുവദിക്കുന്നില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ നടക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ നമുക്കിനി ഒരു പ്രാവശ്യം നടന്ന് കയറണം. ഇത് കണ്ടില്ല, ഇവിടെ തടാകം, ഒരു ചെറിയ തടാകം പോലെ നാച്ചുറലായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു തടാകത്തെ അതിന് മുകളിലായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ വെച്ച് പിന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് നിന്ന് നമുക്ക് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം. നമ്മുടെ കേബിൾ കാറിൻ്റെ കൂട്ടത്തിലുള്ള പിന്നെ കാറുകളാണ് അതൊക്കെ. അടിപൊളി. അതാണ് നടന്നു പോകുന്ന വഴി. കണ്ട, ഇനി ഒരു പ്രാവശ്യം വരുമ്പോൾ അത് ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് നടന്ന് ഇതിൽ കയറണം. ഈ കേബിൾ കാറിലല്ലാതെ നടന്ന് കയറണം. അതൊരു പ്രത്യേക അനുഭവമായിരിക്കും. പക്ഷെ എനിക്കൊന്നൊരു പിന്നെ അരമണിക്കൂറൊക്കെ നടക്കാനുള്ളതേ ഉള്ളൂ. ഈ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നടന്നു കയറുന്നത്. അരമണിക്കൂർ കൊണ്ട് നമുക്ക് വേണേൽ മുകളിലെത്താം. എന്തായാലും ഇത് ഭയങ്കര വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. അതുപോലെ വിപുലമായ സൗകര്യം ഇതിനകത്ത് ഒരുക്കിയിരിക്കും. കിടിലൻ. ഇത് ശരിക്കും സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ ആദ്യമായിട്ട് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന ഒരു പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രമാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ഇറങ്ങാനുള്ള സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുക. അവിടെയും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കറക്റ്റായിട്ടത് നമ്മളെ അതിൽ നിന്ന് ഇറങ്ങാനൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ ജടായുപ്പാറയുടെ ഏറ്റവും മുകളിലെത്തി ഇറങ്ങാൻ തുടങ്ങുക. കൊള്ളാം. ഇവിടെയും ഇതുപോലെ തന്നെ വലിയൊരു മിഷനൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. അതിൻ്റെ ആ കറങ്ങുന്ന ഒരു ചക്രമുണ്ട്, അതേ കൂടാണ് ഈ സംഭവം എല്ലാം നടക്കുന്നത്. ആ ചക്രത്തിലാണ് എല്ലാം ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി നമ്മൾ നേരെ ജടായു എർത്ത് സെൻറ്ററിൻ്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ ആസ്വദിക്കാൻ പോവാണ്. അപ്പോൾ ജടായു എർത്ത് സെൻറ്ററിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.